ഹായ് ഹലോ നമസ്തേ. കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തുടരുവിൻ്റെ ഒരു പ്രൊമോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞതാണല്ലോ, ഒരു ജസ്റ്റ് അവരെല്ലാവരും കൂടെ വന്ന ഒരു രസത്തിന് ആ പാട്ട് കമ്പോസ് ചെയ്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും കൂടെ വിചാരിക്കാം. അതിൻ്റെ ഒരു കളർഫുൾ ഐറ്റം, മറ്റേ ഒരു ഉത്സവ പ്രതീതിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതിനാ സിനിമയിലുള്ള എല്ലാവർക്കും പാട്ട് പാടിയതും ജാക്സ് ബി ജോയ്ക്കും തരുമൂർത്തിക്കും ശോഭന മോഹൻലാൽ എല്ലാവരുമായിട്ടും എം ജി ശ്രീകുമാർ അത് ചോദിച്ചു വാങ്ങിച്ചതെന്നാണ് എനിക്കൊരു അവസരം തരുന്നത്. അങ്ങനെ എല്ലാവർക്കും കൂടെ വന്നൊരു കളർഫുൾ ഇത് വലിയ കുഴപ്പമില്ല, നല്ല രസമായിട്ടുണ്ട്. പിന്നെ നമ്മള് അവസാനം ഇല്ല അത് നമ്മൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇമോഷൻ ഇങ്ങനെ കാണിച്ചു പോയിട്ട് അവസാനം ഇതും കൂടെ ഇട്ട് ബോറായി പോകും. അത് ഇടാത്ത തന്നെ തീർച്ചയായിട്ടും അത് ഇടാത്ത തന്നെ ഏറ്റവും നല്ല കാര്യം. എന്തായാലും ഇടാത്ത തന്നെ നല്ലത്. ചില ഡയറക്ടർമാരൊക്കെ ആനിമേഷൻ വീഡിയോ പോലെ ഇടുന്നത് അത്. പക്ഷെ അത് അങ്ങനത്തെ പടമല്ലേടാ. ഇതിലൊരു ഇമോഷൻ ലാസ്റ്റ് പറഞ്ഞിട്ട് തിരുമല മുരുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ കാര്യമില്ല. മാത്രമല്ല ആ പയ്യനൊക്കെ കഥ പറയാൻ പാടില്ല. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം കണ്ട്. എന്നാലും കുഴപ്പമില്ല നമ്മള്. പക്ഷെ രണ്ടാമത്തെ വട്ടം കുറെ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ് എന്റെ ഒരു ഒപ്പീനിയനില്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഥ അറിഞ്ഞു വെച്ചിട്ട് ഇത് കാണുമ്പോൾ ഒരുപാട് ലൂപ്പ് പോയിന്റുകൾ നമ്മൾ അവിടെ കാണും. ഇത് അങ്ങനെ എക്സ്പ്രഷൻ ആ പുള്ളി ഇട്ടല്ലോ എന്നൊക്കെ. പ്രത്യേകിച്ച് മറ്റേ ബിനു പപ്പു അല്ലേ ആ ആക്ടർ നമ്മൾ ചെയ്തത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന് പറയാനുള്ളത് വില്ലൻ ഇപ്പൊ തരംഗായിക്കൊണ്ടിരിക്കുകയാണ്. വില്ലന്റെ ക്യാരക്ടർ തന്നെ കിടിലം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഒരു എന്താണ് ഒരു ഗ്രാഫ് തന്നെ മാറ്റണതേ അയാളാണ്. ജോർജ് സാർ അത് തന്നെ ജോർജ് സാർ. ഹലോ ഇത് മൊത്തത്തില് പടമൊക്കെ അങ്ങനെയാണ് ക്യാരക്ടറുകൾ. അപ്പൊ എന്താണ് കണ്ടവരുണ്ടെങ്കിൽ അത് വീണ്ടും കാണാൻ ശ്രമിക്കുക. എന്റെ ഒരു ഒപ്പീനിയനില് നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. പിന്നെ എന്താണ് നിന്റെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കംബാക്ക് ആണ്. പറയാൻ പറ്റൂല. കാരണം ഈ നല്ല സ്ക്രിപ്റ്റ് കിട്ടിയപ്പോ നല്ല അഭിനയം കാഴ്ചവെച്ചു. ഒരുപാട് നല്ല ഇപ്പോഴാണ് സത്യം പറയുന്നത് കുറച്ച് പുതു ഡയറക്ടർമാരൊക്കെ അവസരം കൊടുത്ത് അവര് തന്നെ നല്ല രീതിയിൽ ആക്കുന്നുണ്ട്. അതാണ് വേണ്ടത് സത്യം പറയാം. ഇപ്പൊ കുറച്ചുകൂടെ മാറ്റി ചിന്തിച്ചു തുടങ്ങി. എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. നല്ല ഐഡിയ ഉള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുതുമുഖ ഡയറക്ടർമാർ ഫാൻ ബോയും കൂടെ ആവുമ്പോ നമുക്ക് വേണ്ട കാര്യം കൂടെ അതിനകത്ത് വരും. ആക്ടിങ് ഒരു സ്റ്റാർ എന്ന് പറയാനും പറ്റും, ഒരു നടനെന്ന് പറയാനും പറ്റും. എല്ലാ റോളുകളും അവരെ വേഷത്തിൽ. അതായത് ഈ മറ്റേ നമ്മള് CI ജോർജ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അത് അധികം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളി മറ്റേ ഹിന്ദിയിലൊക്കെ ആഡൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ മറ്റേ ലിജോ ജോസ് പള്ളിശ്ശേരി സോറി പല്ലിശ്ശേരി. അപ്പൊ പുള്ളിയുടെ ഈ നൻപകൽ നേരത്തെന്നുള്ള സിനിമയുടെ ഒരു ഇതുണ്ടല്ലോ, ആ കഥ ആ സ്റ്റോറി അത് ഈ CI ജോർജ് എന്ന് പറഞ്ഞ പുള്ളി ചെയ്തൊരു ആർട്ട് ഫിലിം ഉണ്ട്. അതിന്റെ സ്റ്റോറിന്നാണ് ഇത് എടുത്തേക്കണത്. അത് നീ കണ്ടിട്ടുണ്ടോ? അതിന്റെ ക്ലിപ്പൊക്കെ ഇപ്പൊ പയ്യൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയി. അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളി ആ സിനിമ വർക്ക് ചെയ്തത്. അപ്പൊ പുള്ളി ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കണം അതൊക്കെ. അപ്പൊ ആ ക്യാരക്ടർ ഈ നമ്മുടെ നേരം എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സ്റ്റാർഡം മാത്രം. ഇതിപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ തീർച്ചയായിട്ടും അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്ത് കുറെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളോട് ചേർത്തുകൊണ്ടുള്ളൊരു പ്രത്യേകിച്ച് ചില വില്ലനെയും അഭിനേതാക്കളെയൊക്കെ പോലെ തന്നെ ഒരു അഭിനേതാവാണ് മഴ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മഴ. പിന്നെ നമ്മുടെ ഈ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന സിനിമ അതിനകത്ത് ഇതുപോലെ മഴ സംസാരിക്കും. മഴ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. മഴ ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് എപ്പോഴും മറ്റേ സിംബോളിക്കായിട്ട് മറ്റേ ആനയുടെ ഒറ്റക്കൊമ്പന്റെ ഇത് വെച്ചിട്ട് കാണിക്കണുണ്ട്. അത് കുടുംബം സംരക്ഷിക്കണ പോലെ. എല്ലാവരും കാണാത്തവര് ഉണ്ടെങ്കിൽ കാണണം, കണ്ടവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്നുകൂടെ കാണണം. തീർച്ചയായിട്ടും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. അപ്പൊ എന്താണ് ഓക്കെ, നമ്മൾ ഇതിനെപ്പറ്റി റിവ്യൂ ഒന്നും പറഞ്ഞില്ലായിരുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് പറയാന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.